ഗിരേട്ടാ ആ ആ കുളിച്ചില്ലേ? അല്ല ഇതെന്താ ഗിരേട്ടാ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് തലയില് എണ്ണ തേച്ച് കുളിക്കണമെന്ന്. അതുപോലെ ദേ മുഖത്തും എണ്ണ തേച്ച് കുളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാനതങ്ങ് മറന്നു. ദേ എന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയുടെ പകുതിയെങ്കിലും സ്വന്തം കാര്യത്തിൽ ഉണ്ടായാൽ മതി. എന്തായാലും ദേഹത്തൊക്കെ അഴുക്കായി. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കുളിക്കാതെ പറ്റില്ല. ആഹാ, എന്നാലേ ഞാൻ എണ്ണ അയച്ചുതരാം. അതൊന്നും വേണ്ട, ഞാൻ സ്വയം തേച്ചോളാം. സ്വയമായിട്ട് തേച്ച് ശരിയാവില്ല. വേറൊരാള് ചെയ്താലേ അമർത്തി ചെയ്യാൻ പറ്റൂ. വാ ഇങ്ങോട്ട്. വാ. മഞ്ജു, അതെ ഞാനേ ഇങ്ങോട്ട് എണ്ണ എടുത്തോണ്ട് വരാവേ. ഇതെന്താ പുതിയ സമ്പ്രദായങ്ങളൊക്കെ? ഇതുവരെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊന്നും ഉണ്ടാവാറില്ലായിരുന്നല്ലോ. പ്രഹസനം? അതെ, ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചു തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷമാ എല്ലാ ദുരിതങ്ങളും തുടങ്ങിയത്. ഇപ്പൊ എല്ലാം പഴയതുപോലെ ആയി തുടങ്ങി. ദയവ് ചെയ്ത് വീണ്ടും ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ലെങ്കിലും ഞാനിപ്പോ ഗിരിയേട്ടന് വെറും ഒരു പ്രശ്നം മാത്രമാണല്ലോ. എത്രയും പെട്ടെന്ന് എന്നെ കാനഡയിലേക്ക് അയച്ച് ഒഴിവാക്കാൻ ഗിരിയേട്ടന് ധൃതിയായി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സത്യം അറിഞ്ഞു കഴിഞ്ഞാ മഞ്ജു ഈ സ്നേഹം കാണിക്കുന്ന ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല, അവളുടെ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ സ്നേഹവും ഇല്ലാതെയാവും. എനിക്കുറപ്പാ. എണ്ണ റെഡി. ഗിരേണിരിക്കെ, ഞാൻ എണ്ണ അയച്ചു തരാം. അല്ല, ഇപ്പൊ വേണോ? ഇപ്പൊ തന്നെ വേണം. ഇരിക്ക. സൈറ്റിലെ ജോലിയെല്ലാം എടുത്തേ ഗിരേണ്ട നിറമൊക്കെ പോയി. ഇനി കുറഞ്ഞത് ആഴ്ചയിൽ 2 തവണയെങ്കിലും എണ്ണ തേച്ച് കുളിക്കണം. അതൊക്കെ ചെയ്യ്. മഞ്ജു, മതി. എന്തിനാ ഇതെല്ലാം വീടിന്റെ ഉമ്മറത്ത് വെച്ച് ചെയ്യുന്നേ? അകത്ത് മുറികളില്ലേ? നാട്ടുകാരൊക്കെ കണ്ട എന്താ വിചാരിക്ക? അവരെന്ത് വിചാരിച്ച എനിക്കെന്താ? ഞാനേ എന്റെ സ്വന്തം ഭർത്താവിനല്ലേ എണ്ണ തേച്ചു കൊടുക്കുന്നേ. അതിലെന്താ തെറ്റ്? അല്ലേ ഗിരീട്ടാ? അതെ അതെ അതെ. വേറെ ഒരു പണിയില്ലാതെ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവരുണ്ടെങ്കിലേ അവരല്ലേ നാണം കെട്ടവര്. അവർക്കേ അത് നിർത്തി സ്വന്തം ജോലി ചെയ്താ പോരെ. ഇവിടെ ഇവിടെ അല്ലേ? ഇവിടെ ഇവിടെ